CMA ഇന്റർ ഗ്രൂപ്പ് 1 പേപ്പർ 6 ആയിട്ടുള്ള ലോ ആൻഡ് എത്തിക്സിന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ഫിഫ്ത് പാർട്ട് വീഡിയോ ആണ് ഇത്. ഡിസോണർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 4 പാർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്സിന്റെയും ലിങ്ക് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി ആ 4 പാർട്സ് കണ്ടിട്ട് ഈ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഡിസോണർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടീസ് ഓഫ് ഡിസോണർ ആണ്. നോട്ടീസ് ഓഫ് ഡിസോണർ ചാപ്റ്റർ 8 അതായത് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ചാപ്റ്റർ 8 പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെൻ ഡിസോണർഡ്, അതായത് എപ്പോഴാണ് ഡിസോണർ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഡിസോണർ സംഭവിക്കാൻ സാധ്യതയുള്ള 2 റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ അക്സെപ്റ്റൻസും നോൺ പേയ്മെന്റുമാണ് ഡിസോണറിനുള്ള 2 കാരണങ്ങളായിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നോൺ അക്സെപ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ഡിസോണറിനെ കുറിച്ചാണ്. അത് സെക്ഷൻ 91 പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോയി അല്ലെങ്കിൽ സെവറൽ ഡ്രോയീസോ പാർട്ട്നേഴ്സോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ബില്ല് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് സ്വീകരിക്കാതിരിക്കുന്ന സമയത്താണ് എന്താ പറയുക നോൺ അക്സെപ്റ്റൻസ് കൊണ്ടുള്ള ഡിസോണർ ഉണ്ടാകുന്നത്. ദ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് സെക്ഷൻ 92 ഡിസോണർ ബൈ നോൺ പേയ്മെന്റ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് കറക്റ്റ് സമയത്ത് ഈ ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ മേക്കർ കൊടുക്കാത്തതുകൊണ്ട് പേ ചെയ്യാത്തത് കൊണ്ടുണ്ടാവുന്ന ഡിസോണർ ആണ് സെക്ഷൻ 92 പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നോട്ടീസാണ്. അത് നമ്മൾ നേരത്തെ കണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോണർ ആവുന്ന സാഹചര്യത്തിൽ ഹോൾഡർ ഈ പറയുന്ന എൻഡോസിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മേക്കർ ഓഫ് ദ ഇൻസ്ട്രുമെന്റിന് ഇത് ഡിസോണർ ആയി എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുക്കണം. അപ്പോൾ ആ നോട്ടീസ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡ്രോയർ കൃത്യമായിട്ടും ഡാമേജും കൊടുക്കാനുള്ള എമൗണ്ടും ഫുള്ളായിട്ട് പേ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മോഡ് ഓഫ് ഗീവിംഗ് നോട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പറയുന്ന നോട്ടീസ് റിട്ടേണോ ഓറലോ ആയിരിക്കണം. റിട്ടേൺ ആണ് എങ്കിൽ അത് പോസ്റ്റൽ സെൻഡ് ചെയ്തിരിക്കുന്നതോ പോസ്റ്റലായിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണോ കൊടുക്കുന്നത് അത് കൃത്യമായിട്ടും അയാളുടെ അടുത്ത് ഈ പറയുന്ന ബില്ല് ഡിസോണർ ആയി എന്നുള്ളത് അറിയിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ആൻഡ് ഹീസ് ലയബിൾ എന്നുള്ളത് ഈ പറയുന്ന എന്താ പറയുക ഡ്രോയറിനെ അറിയിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ഈ നോട്ടീസിന്റെ ഘടന എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസോണർ ആയി ഒരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഡ്രോയറിന്റെ ബിസിനസ് പ്ലേസിലേക്കോ റെസിഡൻസിലേക്കോ ആയിരിക്കണം ഈ പറയുന്ന നമ്മൾ ഈ നോട്ടീസ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിലും പറയുന്ന ഒരു റീസണബിൾ ടൈമിൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 95 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സെക്ഷൻ 96 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ പ്രസന്റ്മെന്റിന് വേണ്ടി ഒരു ഏജന്റ് ഇൻസ്ട്രുമെന്റിനുണ്ടെങ്കിൽ ആ ഏജന്റിനെ അറിയിച്ചിരിക്കണം. ആൻഡ് സെക്ഷൻ 97 പറയുന്നത് ആർക്കാണോ നമ്മൾ ഈ നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കുന്നത് ആ വ്യക്തി മരിച്ചുപോയി, പക്ഷെ ഈ പറയുന്ന ഹോൾഡർ അത് അറിയാതെയാണ് ഇത് അയക്കുന്നത് എങ്കിലും ഈ നോട്ടീസ് വാലിഡ് ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോട്ടീസ് വെൻ നോട്ട് നെസറി, അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഈ നോട്ടീസ് അയക്കേണ്ടത് നെസസറി അല്ലാതെ ആവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നോട്ടീസ് ഡിസ്പെൻഡ് ചെയ്യുന്നത് പാർട്ടി എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടി കാരണമാണ് എങ്കിൽ. അതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇൻ ഓർഡർ ടു ചാർജ് ദ ഡ്രോയർ വെൻ ഹി ഹാസ് കൗണ്ടർ മാൻഡേറ്റഡ് ദ പേയ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേയ്മെന്റിനുള്ള ഒരു എന്താ പറയുക ഒരു കൗണ്ടർ പോയിന്റ് അല്ലെങ്കിൽ വേറെ ഒരു മാർഗം ഡ്രോയർ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ മൂന്നാമത് പറയുന്നത് വെൻ ദ പാർട്ടി ചാർജ്ഡ് കുഡ് നോട്ട് സഫർ ഡാമേജ് ഫോർ വാണ്ട് ഓഫ് നോട്ടീസ്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ ഒരു നോട്ടീസ് വേണമെന്ന് ആവശ്യപ്പെടാത്ത സാഹചര്യങ്ങളിൽ. നെക്സ്റ്റ് പറയുന്നത് ഈ പറയുന്ന നോട്ടീസ് കൊടുക്കേണ്ട ആൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കൃത്യമായ റീസൺ കാരണം എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉള്ളത് കൊണ്ട് ഈ പറയുന്ന ഇയാൾക്ക് ഹോൾഡർക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ. ആൻഡ് നെക്സ്റ്റ് പറയുന്നത്
അക്സെപ്റ്റഡ് ഒരു ഡ്രോയർ തന്നെ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് എ പ്രോമിസറി നോട്ട് വിച്ച് ഈസ് നോട്ട് നെഗോഷ്യബിൾ അല്ലാത്ത ഒരു പ്രോമിസറി നോട്ടാണ് എങ്കിൽ അതിന് ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഈ പേയ്മെന്റ് നടത്തേണ്ട വ്യക്തി ഒരു നോട്ടീസ് ഇല്ലാതെ തന്നെ ഈ പേയ്മെന്റ് നടത്താൻ പ്രോമിസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, ഇത്രയും സാഹചര്യങ്ങളിലാണ് ഒരു നോട്ടീസ് ആവശ്യമില്ലാത്തത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ചാപ്റ്റർ 9 ഓഫ് ദ ആക്ടിലാണ് പറയുന്നത്. അതിൽ നോട്ടിംഗ് എന്താണെന്നുള്ളതാണ് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് നമ്മൾ മറ്റേ നോട്ടറി പറയുന്നുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആവുകയാണ് എങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് ഡിസോണർ ആവുകയാണ് എങ്കിൽ ഹോൾഡർ ഒരു നോട്ടറി പബ്ലിക്കിനെ കണ്ട് അത് നോട്ട് ചെയ്യണമെന്നുള്ളതാണ് നോട്ടിങ്ങിൽ പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 99 ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടസ്റ്റ് ആണ്. ഈ പറയുന്ന നോട്ടറി പബ്ലിക് ഈ പറയുന്ന ഒരു ഡിസോണർ ഉണ്ടായി, അതിന്റെ ഈ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആയി എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടും പ്രൊട്ടസ്റ്റ് കണ്ടെയ്ൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ലിറ്ററൽ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേണോ പ്രിന്റഡോ ഫോമിലുള്ള ഒരു കോപ്പിയോ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൂടെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണോ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് കൊടുത്തേക്കുന്ന ആ വ്യക്തിക്കും, അതുപോലെ ഏത് വ്യക്തിയാണോ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയുടെയും പേര്, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെയും പേര് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റൊരു പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഡിസോണർ ആയി ഇതിന്റെ പേയ്മെന്റിന് എന്താണ് ഈ പറയുന്ന മേക്കർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോണർ ആയ പ്ലേസ് ആൻഡ് ടൈമും, അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റെഫ്യൂസ് ചെയ്ത പ്ലേസ് ആൻഡ് ടൈമും ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പ്രൊട്ടസ്റ്റ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ നടത്തിയതിനെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേയ്മെന്റ് അവസാനം ഈ ഡിസോണർ ആയതിന്റെ പേയ്മെന്റ് നടത്തുകയാണ് എങ്കിൽ ആ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസും, അതിൽ ആരാണ് പേയ്മെന്റ് നടത്തുന്നത്, ആർക്കാണ് പേയ്മെന്റ് നടക്കുന്നത്, ഏത് തരത്തിലുള്ള പേയ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നോട്ടീസ് ടു പ്രൊട്ടസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് ഓഫ് ഡിസോണർ പോലെ തന്നെയാണ് നോട്ടീസ് ഓഫ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ആ സെയിം മാനർ തന്നെയായിരിക്കും നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നോട്ടീസ് ഓഫ് പ്രൊട്ടസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്പെഷ്യൽ റൂൾസ് ഓഫ് എവിഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോണർ ആവുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ചില പ്രിസംഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡറേഷൻ ആവാം, അതുപോലെ ആസ് ടു ഡേറ്റ് ആവാം, ആസ് ടു ടൈം ഓഫ് അക്സെപ്റ്റൻസ്, ആസ് ടു ടൈം ഓഫ് ട്രാൻസ്ഫർ, ആസ് ടു ഓർഡർ ഓഫ് ഇൻഡോഴ്സ്മെന്റ്, ആസ് ടു സ്റ്റാമ്പ് ദാറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഹോൾഡ് ഈസ് എ ഹോൾഡർ, ദ ഹോൾഡർ ഈസ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രസ്യൂംഡ് ദാറ്റ്, ഫസ്റ്റ് വൺ പറയുന്നത് എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും ഒരു കൺസിഡറേഷന് വേണ്ടിയായിരിക്കണം മെയ്ഡ് അല്ലെങ്കിൽ മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റിലും കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആണ് അതിന്റെ മേക്കിംഗ് ഡേറ്റ്. മൂന്നാമത് പറയുന്നത് ഇൻസ്ട്രുമെന്റ് മേക്ക് ചെയ്ത് ഒരു കൃത്യമായ മെച്യൂരിറ്റി ഡേറ്റിനുള്ളിൽ ഈ പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്ത് ട്രാൻസ്ഫർ ആണ് എങ്കിലും അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ മെച്യൂരിറ്റിക്ക് മുമ്പ് നടത്തിയിരിക്കണം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്തെങ്കിലും ഒരു എൻഡോഴ്സ്മെന്റ് നടത്തുകയാണ് എങ്കിൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് തന്നെയായിരിക്കണം ആ പറയുന്ന എൻഡോഴ്സ്മെന്റും ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എങ്കിൽ അത് സ്റ്റാമ്പ്ഡ് ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾഡർ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സും ആകാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്ത ടോപ്പിക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔൺസ് ഓഫ് ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഫുൾ ആയിട്ട് ഒരാൾക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രുമെന്റ് ഏതെങ്കിലും ഒരു വ്യക്തി കട്ടോണ്ട് പോവാണ്, അല്ലെങ്കിൽ ഒരു ഫ്രോഡലന്റ് ആക്ടിവിറ്റി കാണിച്ചെടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഫ്രോഡലന്റ് ആക്ടിവിറ്റി കാണിച്ച് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എങ്കിൽ ആരാണോ ഇത് ചെയ്യുന്നത് ആ വ്യക്തിക്ക്
ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനുള്ള ഉത്തരവാദിത്തം എന്താണ്? ഇപ്പോൾ പറയുകയാണ് വേറൊരാളുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എവിടെയോ കിടന്ന് എനിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അയാളുടെ ടേബിളിൽ നിന്ന് ഞാനത് അടിച്ചു മാറ്റുന്നു. അപ്പം ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം എനിക്കും ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രിസംഷൻ ഓൺ പ്രൂഫ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോണർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരൊരു കേസ് വരികയാണ് എങ്കിൽ ആ കേസ് ഈ പറയുന്ന ഡിസോണർ അല്ലെങ്കിൽ ഒരു ഡിസോണർ ആയി എന്നുള്ള ഫാക്ട് ഡിസപ്രൂവ് ആകുന്നതോടെ വരെ കണ്ടിന്യൂ ആകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൂഫായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൂഫ് ഓഫ് പ്രൊട്ടസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എസ്റ്റോപ്പൽ ആണ് പറഞ്ഞിരിക്കുന്നത്. 3 types ഓഫ് എസ്റ്റോപ്പൽസ് ആണുള്ളത്. എസ്റ്റോപ്പൽ എഗൈൻസ്റ്റ് ഡിനൈയിങ് ഒറിജിനൽ വാലിഡിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ്. രണ്ടാമത് പറയുന്നത് എസ്റ്റോപ്പൽ എഗൈൻസ്റ്റ് ഡിനൈയിങ് കപ്പാസിറ്റി ഓഫ് പേ ടു എൻഡോഴ്സി. ദെൻ തേർഡ് വൺ പറയുന്നത് എസ്റ്റോപ്പൽ അഗൈൻസ്റ്റ് ഡിനൈയിങ് സിഗ്നേച്ചർ ഓർ കപ്പാസിറ്റി ഓഫ് പ്രയർ പാർട്ടി ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒറിജിനൽ വാലിഡിറ്റി ഡിനോയ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന എസ്റ്റോപ്പലാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേയ്ക്ക് എൻഡോഴ്സിയോട് ചെയ്യാൻ പേയ്ക്കുള്ള ഒരു കപ്പാസിറ്റി, എൻഡോഴ്സി ആവശ്യപ്പെടുന്ന എന്ത് കൺസിഡറേഷൻ പേ ചെയ്യാൻ പറ്റുന്ന ആ പേയ്ക്കുള്ള ഒരു കപ്പാസിറ്റീനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയർ പാർട്ടിക്ക് അയാളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അയാളുടെ സിഗ്നേച്ചർ ഡിനൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സെക്ഷൻ 120, 121 ആൻഡ് 122 പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇന്റർനാഷണൽ ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു ലോയിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്റർനാഷണൽ ലോ ബേസ് ചെയ്തിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്, അത് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഫോറിനറോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ എവിടെ വെച്ചിട്ടാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ലോ ആയിരിക്കും ആപ്ലിക്കബിൾ എന്നുള്ളതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് അടുത്ത ഒരു സെക്ഷൻ 135 പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ സെയിം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരിക്കും അവിടുത്തെ ലോ തന്നെയായിരിക്കും നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ലോയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് പ്രകാരം വരുന്ന പെനാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെക്ക് ഇൻസഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഡിസോണർ ആവുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പെനാൽറ്റി വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 138 പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റിയിൽ ഇൻസഫിഷ്യൻസി ഉണ്ടായിട്ടാണ് ഒരു ചെക്കിന്റെ ഇൻസഫിഷ്യൻസി വരികയാണ് എങ്കിൽ അതിന്റെ ലയബിലിറ്റി അല്ലെങ്കിൽ പെനാൽറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുകയാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതുപോലെ തന്നെ ഫുൾ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്ത സമയത്താണ് ഈ പറയുന്ന ഡിസോണർ സംഭവിക്കുന്നത്. അതിന് അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ 2 വർഷം വരെ ജയിൽവാസവും അതുപോലെ തന്നെ ഫൈനും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻസ് പ്രസിഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെനാൽറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തി അയാളുടെ ലയബിലിറ്റി പേ ചെയ്യുന്നതിന് വേണ്ടി അയാളുടെ സ്വന്തം പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ചെക്ക് വെച്ചിട്ടായിരിക്കണം, ചെക്ക് ഡ്രോ ചെയ്തായിരിക്കണം. രണ്ടാമത് പറയുന്നത് ചെക്ക് ഡ്രോ ചെയ്ത് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇപ്പോൾ 3 മാസമാണ് 3 മാസത്തിനുള്ളിൽ പ്രസന്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി പറയുന്ന ആ സമയത്തിനുള്ളിൽ ഇത് ചെക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത്
ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അക്കൗണ്ടിൽ ഇൻസഫിഷ്യന്റ് ബാലൻസ് വരുമ്പോഴോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ബില്ല് എല്ലാ വർഷവും ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു EMI എടുക്കുകയാണെങ്കിൽ ഒരു കാറ് മേടിക്കുകയാണ് അതിൻ്റെ EMI ഉണ്ടെങ്കിൽ അതിന് കൃത്യം എല്ലാ മാസവും ആ സമയമായി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും ബാങ്ക് തന്നെയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഈ പറയുന്ന EMI എവിടെ നിന്നാണോ നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ കാറ് മേടിച്ചിരിക്കുന്നത് അവർക്ക് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ബാങ്കുമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന എഗ്രിമെന്റിൽ എല്ലാ മാസവും 10,000 രൂപ വെച്ചിട്ട് ഇന്ന അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ഇന്ന കമ്പനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് ബാങ്കുമായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ എഗ്രിമെന്റ് വെച്ചിരുന്നതിൽ കൂടുതൽ എമൗണ്ട് ആണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ബാങ്കിനോട് ഇവർ ആവശ്യപ്പെടുന്നത് എങ്കിൽ ഇവർ പേയ്മെന്റ് നടത്തത്തില്ല. ആ സാഹചര്യങ്ങളിലും അത് ഡിസോണറായി പെനാൽറ്റി ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നു. ദെൻ 4th പോയിന്റിൽ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബാങ്ക് ഈ പറയുന്ന പെയിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോയിനെ അറിയിക്കുകയാണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ ബാങ്ക് അറിയിക്കുന്ന സാഹചര്യങ്ങൾ. ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഈ ബാങ്ക് ഇങ്ങനെ അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് ഈ പറയുന്ന പേയ്ക്ക് കൊടുത്തതിന് ശേഷവും 15 ദിവസത്തിനുള്ളിൽ ഈ പേയ്മെന്റ് നടത്താതെ വരുന്ന സാഹചര്യങ്ങളിലുമാണ് പെനാൽറ്റി കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടീഷൻസ് പ്രസിഡന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രിസംപ്ഷൻ ഇൻ ഫേവർ ഓഫ് ഹോൾഡർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡറിന് ഈ പറയുന്ന ഒരു എന്താ പറയുക അയാൾക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടണമെങ്കിൽ കൃത്യമായിട്ടും ഈ പെനാൽറ്റി ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒഫൻസസ് ബൈ കമ്പനിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പനിയുമായിട്ട് ഒരു കമ്പനിയാണ് നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ആളുകളായിട്ട് ഒരു ഹോൾഡർ കാണുന്ന ആളുകളിൽ ആരെങ്കിലും പറയുകയാണ് ഇതിലിങ്ങനെ ഡിസോണർ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവുമുണ്ട് എങ്കിൽ അയാളെ പണിഷ്മെന്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കാഗ്നിസൻസ് ഓഫ് ഒഫൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന ഡിസോണർ സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഒരു മാസത്തിനുള്ളിൽ ഇന്റർനാഷണൽ ലോ പ്രകാരം നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ഫയൽ ചെയ്യാത്ത സാഹചര്യങ്ങൾ ഇപ്പം പേഴ്സണൽ റിലേഷൻഷിപ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യാതിരുന്നിട്ട് പിന്നീട് അവരോട് അടിയുണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് അവർക്കെതിരെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയാവില്ല, നമുക്ക് പൈസ കിട്ടില്ല സത്യത്തിൽ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ഈ ഡിസോണറായി ഒരു മാസത്തിനുള്ളിൽ ഈ കേസ് ഫയൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇതിനുള്ള അടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സമ്മറി ട്രയൽ ആണ് പറയുന്നത്. ഈ ഒഫൻസൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കേസും ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കീഴിലായിരിക്കണം അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ട്രയൽ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എങ്കിൽ ഒരു വർഷത്തിൽ കൂടാതെ ഉള്ള ഒരു ഇംപ്രസൺമെന്റും അതുപോലെ 5,000 രൂപയിൽ കൂടുതൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫൈനും ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ജഡ്ജിന് അല്ലെങ്കിൽ ഈ കോർട്ടിനും പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സർവീസ് ഓഫ് സമ്മൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂസ്ഡ് അല്ലെങ്കിൽ വിറ്റ്നസ് ആയിട്ടുള്ള ആളെ കോർട്ടിലേക്ക് മജിസ്ട്രേറ്റ് വിളിച്ചു വരുത്തുന്ന സാഹചര്യത്തിൽ അയാൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റ് വഴി അയാളെ ഇങ്ങനെ നമ്മൾ കോർട്ടിൽ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അയക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലോവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു പാർട്ടി മറ്റൊരു രാജ്യത്തായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന ആളെ വിളിച്ചു വരുത്തുന്നതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ആ നോട്ടീസ് പെട്ടെന്ന് അവിടെ എത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്പീഡ് പോസ്റ്റ് തന്നെ യൂസ് ചെയ്യണം മജിസ്ട്രേറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ നമുക്കറിയാവുന്നതാണ്. നമ്മൾ മറ്റേ അനിൽ അംബാനിയുടെ ബിസിനസ് തകർന്നത് നമ്മൾ കണ്ടതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ തകർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസമല്ല, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞതാണ് അനിൽ അംബാനി US കോർട്ടിലേക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ കോൺഫറൻസിങ് വഴിയാണ്
കോർട്ടിൽ കേസിന് അയാൾ ഹാജരായത്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ 300 കോടി എൻ്റെ മകൻ്റെ അടുത്തുനിന്ന് കടം മേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തുനിന്ന് കടം മേടിച്ചിട്ടാണ് ഞാനിപ്പം വക്കീലിന് ഫീസ് കൊടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലോ പ്രകാരമാണ് അവിടുത്തെ കോർട്ടിൽ അയാളെ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പം കോവിഡിന്റെ സാഹചര്യം ആയതുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ് വഴി വരാൻ പറയുന്നു. അല്ലാതെ മറ്റ് സാഹചര്യങ്ങളിലാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയച്ച് അയാൾക്ക് അവിടെ എത്താനുള്ള സമയം കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ് സർവീസ് ഓഫ് സമണിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എവിഡൻസ് ഓഫ് അഫിഡവിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ കോർട്ടിൽ. അതുപോലെ തന്നെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എവിഡൻസിൽ ഏതെങ്കിലും വ്യക്തിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിളിച്ചു വരുത്താനും നമ്മുടെ ഇപ്പം പ്രോസിക്യൂഷൻ, അതായത് അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെയുള്ള, ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ലോയേഴ്സ് തന്നെയാണ്. ഇപ്പം നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്നത് എപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും വാദിക്കുന്നത്. ബാക്കി ഓപ്പോസിഷൻ നിൽക്കുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയാണ് പുറത്തുനിന്ന് ലോയർ വരിക. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ പറയുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കും അതുപോലെ തന്നെ ആരാണ് കേസ് ഫയൽ ചെയ്യുന്നത് അയാൾക്കും ഒരേപോലെ രണ്ടുപേരും സ്വന്തമായിട്ട് വക്കീലിനെ വെച്ചിട്ടാണ് വാദിക്കുന്നത്. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ ലോവിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ അക്യൂസ്ഡ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഏത് വ്യക്തിയെ വേണമെങ്കിലും കോർട്ടിൽ വിളിച്ചു വരുത്തി ഒരു വിറ്റ്നസ് ആയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബാങ്ക്സ് സ്ലിപ്പ് പ്രൈമ ഫേസ് എവിഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നത് ചെക്കിനെ കുറിച്ചാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ഒരു മെമ്മോ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ മാർക്ക്, ബാങ്കിന്റെ ഒഫീഷ്യൽ മാർക്കുള്ള ഒരു സ്ലിപ്പ് ഡിസോണർ ആവുന്നതിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്ടിന്റെ പേരിൽ വരുന്ന പണിഷബിൾ ആയിട്ടുള്ള എല്ലാ ഒഫൻസും കോമ്പൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് കോമ്പൗണ്ടിങ് എന്നതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പറയാൻ വേണ്ടിയുള്ളത്. ഇത് ലാസ്റ്റ് പാർട്ടായിരുന്നു. ബാക്കി 4 പാർട്ട് കാണാത്ത ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ അറിയില്ല. ഈ വീഡിയോസ് എല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒറ്റ പാർട്ടാക്കി ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക്